ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇന്ന് വൈകിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഇന്ന് നമ്മുടെ ധ്യാനമുണ്ട്. ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ വാവ പറഞ്ഞു വാവയ്ക്ക് കുരിശടി പോകണം, മാതാവിന് ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരി മോൾ പോയി ഉമ്മ കൊടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് അവൾ ഫസ്റ്റ് ഒന്ന് ഉമ്മ കൊടുത്ത് വീണ്ടും ഉമ്മ കൊടുത്തിട്ട് ഞാൻ വാന്ന് വിളിച്ചപ്പോഴാണ് അവൾ വന്നതിറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ രണ്ട് നടന്ന് പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഏകദേശം കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ 5 മണിക്ക് വന്ന് ഞങ്ങൾ ഇന്ന് കുറച്ച് 5:30 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോകുമ്പോഴത്തേന്. അപ്പോൾ കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഞങ്ങൾ പിന്നെ നേരെ പള്ളിയിലൊക്കെ പോയി. അവിടെ അപ്പോഴത്തേനും നമ്മുടെ അവിടുത്തെ വികാരിയച്ഛനായിരുന്നു പ്രാർത്ഥനയും കുർബാനയൊക്കെ അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ആളും പേരൊന്നും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഇടവകയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. 105 110 പേരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ വല്ല കാര്യങ്ങൾ നടക്കുമ്പോഴത്തേനും ആൾക്കാരൊട്ടുമില്ല. ഒരു 50 60 അല്ലെങ്കിൽ 100 താഴെ നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ആൾക്കാരൊന്നും ഇല്ല. എങ്കിലും ഞങ്ങൾ പോയിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പിന്നെ നമ്മുടെ ധ്യാനത്തിൻ്റെ അച്ഛൻ മനോഹരമായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസ് കളിച്ച് പള്ളിയിൽ പോയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ധ്യാനത്തിൽ ഡാൻസ് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. എങ്കിലും ഇഷ്ടപ്പെട്ടു. അച്ഛൻ ബോറടിപ്പിക്കാതെ നല്ല അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് നല്ല മനോഹരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എന്താ പറയുക. അപ്പോഴത്തേന് വാവയ്ക്ക് വിശപ്പൊക്കെ തുടങ്ങി. വാവ അങ്ങ് വഴക്കുണ്ടാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വാവയോട് ഒരുവിധം പറഞ്ഞു മോളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ കുറഞ്ഞിരുത്തിയേക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് അവിടുന്ന് ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നമുക്കിന്ന് ഫുഡും കൂടെ കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അച്ഛൻ പ്രത്യേകം പറഞ്ഞു എല്ലാവരും ധ്യാനവും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ടേ പോകാവൂ, ഒന്നാതെ ആളും പേരൊന്നും ഇല്ല. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടേ പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം ദിവ്യകാരുണ്യ ആരാധന തുടങ്ങി. ആരാധന ഒക്കെ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോയി. അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 9 മണിയും കഴിഞ്ഞായിരുന്നു. പിന്നെ ധ്യാനവും കാര്യം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പെട്ടെന്ന് തന്നെ വിളിച്ച് ഞങ്ങളെല്ലാം വേഗം പോയിരുന്ന് ഹാളിൽ പോയിരുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടിയപ്പമായിരുന്നു കേട്ടോ. അപ്പം 3 ഇടിയപ്പം വെച്ച് കിട്ടി. ഞാനും ഭാവിയും കഴിച്ച് പെട്ടെന്ന് തന്നെ രാത്രി 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണേ. ടാറ്റാ.